ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടിന് പോവാണ്. ഫോട്ടോഷൂട്ടിന് പോണതിന് മുന്നേ ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആവാനുണ്ട്. അപ്പം ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ റൂമിലെത്തി. റോക്കി 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 ഓടിപ്പോയിട്ടോ. നമ്മളെ റൂട്ടിലെ വീട്ടിലെ നായ്ക്കുട്ടിയാണ് റോക്കി. ലൈക്ക് അവൻ്റെ ഓണർ ഇവിടുത്തെ താഴത്തെ ഓണറാണ്. അപ്പം അവനെ പിടിച്ചു കെട്ടണം. പുള്ളി അവനിവിടെ എവിടെയോ ആക്കിയിട്ട് പോയതാണ്. ഞാൻ റൂമിൽ വരുമ്പം അവനിവിടെ ഇല്ല. റോക്കി പോയതാണ് കേട്ടോ. റോക്കി ഓടിയിട്ടുണ്ടേ. ഗൈസ്, ഞങ്ങൾ റോക്കിനെ പിടിക്കാൻ പോവാണ്. ഞാൻ ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ റോക്കി. ഇവനെ പിടിക്കണം. ഇവൻ ഓണർ വീട്ടിലാക്കിയിട്ട് പോയതാ. അതാ ഓടുന്നു റോക്കി. ഓണർ വീട്ടിലാക്കി പോയതാണ് ഇവനെ. ഇവനൊന്ന് പിടിച്ചേ പറ്റുമോ? ഞാനിവൻ്റെ ബേക്കിലാണേ. റോക്കി റോക്കി അവൻ ഓടി അങ്ങോട്ടോ കാട് കിടക്കും. ഗൈസ്, ഞാൻ റോക്കിനെ തപ്പിപ്പോയിക്കൊണ്ടിരിക്കുക. കള്ള ഹിമാർ ഓടി കാട് കിടന്നിന്. റോക്കി മയിൽ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ നിൽക്കുന്നില്ല. അതാ പോകുന്നു. ആ കാണുന്നതാണ് റോക്കി. അവൻ്റെ മുതലാളി ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ ആക്സിഡൻ്റ് ആയപ്പം കൊണ്ടുവന്നാക്കിയതാ. അവൻ്റെ കപ്പിൾസിനും തപ്പി പോകുന്ന പോക്കാ പോകുന്നത്. അവനൊന്ന് പിടിച്ചേ പറ്റൂ. അവൻ്റെ ആസാനം പൊട്ടി. ആസ്മ ട്രിഗറായിട്ട് ഇവിടെ വന്ന് എക്സസൈസും വർക്കൗട്ടൊക്കെ നിന്നിട്ട് ആസ്മ ട്രിഗറായി. ഗൈസ്, കുളിക്കുന്ന വാതിൽ തുറന്നപ്പം റോക്കി വാതിൽ തുറന്ന് ഓടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഓണർ റൂമിൻ്റെ ഉള്ളിലാക്കി പോയാൽ അവനെ കിട്ടിയാൽ പറ്റൂ. അവനങ്ങ് അതാ പോകുന്നവൻ. അതാ പോകുന്നു. ഗൈസ്, അവനെ കിട്ടിയില്ലെങ്കിൽ സീനാണ്. ഓണർ എന്നെ പുറത്താക്കും. അയാളവനെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയതാണ് ഫുഡ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം അവനെ പിടിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ സീനാണ്. അവൻ മുമ്പ് മൂത്രമൊഴിച്ച് എല്ലാ സൈഡിലും മൂത്രമൊഴിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അതാ അവൻ മുമ്പ് ഒഴിച്ചെടുത്തെല്ലാം മൂത്രം ഒഴിച്ചിട്ടാണ് അവൻ്റെ പോക്ക്. ഓടി ഗൈസ്, അങ്ങനെ ഓടി ഏതൊരു വീട്ടിൻ്റെ മുക്കിലൊക്കെ അവൻ എത്തിച്ചിട്ടുണ്ട്. അവനെ പിടിക്കാതെ എന്തായാലും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അയ്യോ റോക്കി അവൻ നിൽക്കുന്നില്ല. ആ മുതലാളി വിളിച്ചാൽ മാത്രമേ അവൻ നിൽക്കത്തുള്ളൂ. നോക്ക്, വാ റോക്കി അയ്യോ, അവൻ പോയി ഗൈസ്. റോക്കി വാടാ റോക്കി. അവൻ പോയി ഗൈസ്. കിട്ടിയില്ല. ആ തൊലിഞ്ഞ മുതലാളി വന്നാൽ മാത്രമേ അവൻ നിൽക്കത്തുള്ളൂ. അവനിനി വന്നില്ലെന്ന് പറഞ്ഞാൽ അയാൾ എൻ്റെ അടുത്ത് ഒച്ചയിടും. ഇനി അവൻ വൈകുന്നേരം വരത്തുള്ളൂ. മുമ്പ് മുള്ളിയെടുത്തൊക്കെ മുള്ളാൻ പോയതാണ് അവൻ. പരക്ക മുള്ളി നടക്കുകയാണ് അവൻ. മുമ്പ് മുള്ളിയെടുത്തൊക്കെ മുള്ള നടക്കുക അവൻ. പരക്ക മുള്ളി നടക്കുകയാണ് അവൻ. അവൻ ഇങ്ങോട്ടേക്കാണോ വരുന്നത്? ഗൈസ്, എന്തായാലും റോക്കിനെ കിട്ടിയില്ല. എന്തായാലും അവൻ വൈകുന്നേരം റൂമിൽ കയറിക്കോളും. നമുക്കെന്തായാലും ഫോട്ടോഷൂട്ടിന് പോവാം. ഇനി അധികം ലേറ്റായി കഴിഞ്ഞാൽ
നമുക്ക് സീനാണ്. നമ്മളെ ഷെഡ്യൂളും പരിപാടികളൊന്നും ശരിയായിട്ട് നടക്കത്തില്ല. ഓക്കെ ഗായ്സ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്, കാണിച്ചു തരാം. റോക്കിയെ തപ്പി ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ. പോയി തിരിച്ചെത്തിയപ്പം അതിന് മുന്നേ റോക്കി വീട്ടിലെത്തിയിട്ടുണ്ട്. ഒക്കെ കാണിച്ചു തരാവേ. ഞാനിവിടെ വന്നതിന് മുന്നേ അവൻ വീട്ടിലെത്തിയേട്ടാ. അതാ എന്നെ കണ്ടപ്പോൾ ഓടുന്നവൻ. റോക്കി 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 വാ. അവന് വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. വണ്ടി 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 വാ. അവന് വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടേ അവൻ പുറത്തു പോയാൽ പിന്നെ രാത്രിയാവും വരാൻ. അപ്പോൾ അവനെ മുതലാളി ഇവിടെ ആക്കിയിട്ട് പോയതാ. ഓക്കെ, അപ്പോൾ അവൻ എസ്കേപ്പ് ആയതാണ്. പോകുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ റോക്കി കുട്ടൻ. അവൻ എസ്കേപ്പായിട്ട് പോയതാ കേട്ടോ. അവനെ മെല്ലെ റൂമിൽ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ് അവൻ ബേക്കുണ്ട് ഇങ്ങോട്ട്, പക്ഷെ വന്നില്ല. ഞാൻ റൂമിൽ കയറ്റാൻ വന്നേന്ന് അവന് മനസ്സിലായി. എൻ്റെ ബേക്കിൽ കിടന്നെന്ന് എൻ്റെ സമയം പോകും. ഐ തിങ്ക് അവൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളും. വരുമ്പോൾ അയാൾ കണ്ടുള്ളിൽ കയറ്റിക്കോളും എന്ന് വിചാരിക്കുന്നു. എന്നെ നോക്കി ഒരേ ഇരുത്തോട്ടെ അവൻ. റോക്കേ അവൻ്റെ പേരൊക്കെ വിളിച്ച് ഞാൻ കേൾക്കും കേട്ടാ. ബാടാ ബാ, ഒന്നുകൂടെ പോയി നോക്കാം. ഇല്ല, കൂട്ടായി കേട്ടോ, ഓടി. റോക്കേ അവൻ ഓടിക്കളഞ്ഞേ. നോക്കാം, കുളിച്ച് വരുമ്പോൾ അവനവിടെ ഉണ്ടാവുമോ നോക്കാം. എന്തായാലും അവൻ്റെ ബേക്കിൽ ഓടിയിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് ടൈമായി. എന്തായാലും വേർത്തതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ വേർത്തിട്ടുണ്ട്. എന്തായാലും കുളിച്ചിട്ട് നമ്മളുടെ പരിപാടിയിലേക്ക് പോവാം, ഫോട്ടോഷൂട്ടിലേക്ക് പോവാം. ഓക്കെ എന്നാ ഗായ്സ്, എന്താണെന്നറിയില്ല, ഓക്കെ വീട്ടിലേക്ക് വന്നില്ല. ഇത്രയും നേരം പുള്ളി അവൻ അടച്ചിട്ടുണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവനവിടെ നിൽപ്പാണ്, ഇങ്ങോട്ടേക്ക് വന്നില്ല. ആള് ചില്ലാണ് കേട്ടോ, ഇന്നെന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ഷൂട്ടിന് പോവാണ്. അവനെ വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, വരുമ്പം പുള്ളിക്കാരൻ എന്തായാലും ഇവിടെ കാണും. ഓണർ വന്നാൽ അവൻ എന്തായാലും വരും. ഓക്കെ, അപ്പം വന്നിട്ട് അവനെ പരിചയപ്പെടുത്തി തരാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം ജസ്റ്റ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീട്ടിൽ പോയിട്ട് ഒരാഴ്ചയായി. വീട് മൊത്തം അലങ്കോലമായിട്ടുണ്ട്, ഫുള്ള് സീനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് 2-3 പേരും കൂടെ ഉണ്ട്. വീട് മൊത്തം സീനാക്കി വെച്ചേക്കുക. ബാച്ചിലേഴ്സ് റൂം എന്താണെന്ന് കാണണമെങ്കിൽ നമ്മളെ റൂമിലേക്ക് വരണം. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ. നിലമൊക്കെ തുടച്ചിട്ടേ വർഷങ്ങളായെന്ന് തോന്നും. പുരാതന വസ്തുവാണ്. മ്യൂസിയത്തിലേക്ക് എടുക്കുമെങ്കിൽ ഇവിടുന്ന് ടൈൽസ് എടുത്തോണ്ട് പോക്കോ. സവാജ്, വർഷങ്ങളായി അലക്കാത്ത തുണികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതും വേണേലും എടുക്കാം. ഒരു പാമ്പ് കയറി വിളിച്ചാൽ പോലും അറിയാൻ പാടില്ല ഇവിടെ. കിച്ചറൊക്കെ പിന്നെ വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളായിട്ട് കഴുകാത്ത പാത്രങ്ങൾ. അപ്പൊ ഇതൊക്കെ വന്നിട്ടൊന്ന് ക്ലീൻ ആക്കണം, എന്നിട്ടൊന്ന് സെറ്റ് ആക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എനിക്ക് അലർജി ഉള്ളതാണ്. പൊടി പഠിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല, അന്ന് തുമ്മി മരിക്കും. ഓക്കെ, അപ്പൊ സെറ്റാക്കാം. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തല കഴുകിയില്ല കേട്ടോ. തല എന്താ കഴുകാത്തതെന്ന് വെച്ചാൽ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓൾറെഡി എന്തായാലും ഒന്ന് വേർക്കും. അപ്പം ഡെയിലി 2 വട്ടമൊക്കെ തല നനച്ചാൽ, മംഗലാപുരത്താണ് ഞാനുള്ളത്. മംഗലാപുരത്തെ വെള്ളമാണ് മൊട്ടത്തലേനായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നെ അറിയുന്നവർക്ക് അറിയാം. വരുമ്പം എൻ്റെ മുടി അടിപൊളി മുടിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഉള്ളും പോയി. ഒരു സ്ഥലത്തേക്ക് ചീവി വെച്ചാൽ മര്യാദയ്ക്ക് നിൽക്കാത്തില്ല, ഷോക്കായി. അപ്പം
മംഗലാപുരത്തുള്ളവർക്കും കൂടിയാ വെള്ളം ഉപയോഗിക്കുമ്പം തലയിൽ നനയ്ക്കൽ നോക്കിയും കണ്ടും നനച്ചോ. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്യിച്ചേട്ടെ ഗായ്സ്. അപ്പം കുളിച്ചായിട്ടുണ്ട്. ഞാൻ അന്നേരം കുറച്ച് കോസ്റ്റ്യൂംസൊക്കെ എടുത്ത്, ജാക്കറ്റാണ്, കോസ്റ്റ്യൂംസൊക്കെ എടുത്ത് നമ്മളുടെ ലൊക്കേഷനിലോട്ട് പോവാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടിനുള്ള ആളെ പിക്ക് ചെയ്യാൻ വന്നേക്കാണ്. ഇതാണ് കേട്ടോ എൻ്റെ വണ്ടി. അപ്പാച്ചയാണേ. കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട്. പൊടി എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയ മൊത്തം പൊടിയാണ്. വണ്ടി ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ വെച്ച് കഴിഞ്ഞാൽ പൊടി പടലമായിരിക്കും. അപ്പോൾ നമ്മളുടെ ഷൂട്ടിനുള്ള ആൾ തന്നെയുണ്ട്. മോഡലാന്ന് കേട്ടോ വിചാരം. അന്നിപ്പം ഇയാളുടെ ഷൂട്ടാണെന്ന് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ പോണത് ലൊക്കേഷൻ വന്നിട്ട് മാംഗ്ലൂർ പോർട്ട് സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മളെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ ഷൂട്ടിംഗ് സ്പോട്ട്. ലൈറ്റ് പോയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഷൂട്ടിന് പോയപ്പോഴത്തെ കുറച്ച് ക്ലിപ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവാണ്. റൂമിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് നല്ലപോലെ വിശക്കുന്നുണ്ടായേ. അപ്പോൾ അപ്പുറത്തൊരു കടയിൽ നിന്ന് ചെറിയൊരു മീൽസും കബാബൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിച്ചത്. സാധനം നോർമലായിരുന്നു. ഇതൊക്കെ കഴിക്കുമ്പോഴാണ് വീട്ടിലെ ഫുഡിൻ്റെ വില മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. അങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ റോക്കി ഉള്ളിലുണ്ട്. റോക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് കേട്ടോ റോക്കി. ഓക്കെ ബൈ. കല നമ്മളെ റോക്കി ബായ് ആണ് കേട്ടോ. Give me hands. Thank you. Okay. റോക്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അവന്റെ ചെറുപ്പം തൊട്ടേയും പിന്നെ അവന് 2-3 ഓണേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 2 ഓണേഴ്സ് ഉണ്ടായിരുന്നു. 2 ഒരാൾ അടിച്ചു തെറ്റിപ്പോയി. അപ്പം അവന്റെ കഥ പറയാനുണ്ടെങ്കിൽ കുറെ ഉണ്ട്. അത് അന്നേരം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം.